ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല പായസം ഉണ്ടാക്കാനാണ് ഞാൻ വന്നത്. സേമിയ ഉപയോഗിച്ചിട്ട് നല്ലൊരു പായസം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഓരോരുത്തരും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഉണ്ടാക്കുന്നതിലുള്ള വ്യത്യാസങ്ങൾ ഒക്കെ ഒന്ന് ഷെയർ ചെയ്താൽ നല്ല സന്തോഷമായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു 400 ഗ്രാം സേമിയാണിത്. ഇതിന് 200 ഗ്രാം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. പിന്നെ 2 പാക്ക് മിൽമ പാലെടുത്തിട്ടുണ്ട്. പിന്നെ 200 ഗ്രാമിൻ്റെ 2 മിൽക്ക് മെയ്ഡിൻ്റെ പാക്കറ്റ്. പിന്നെ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ആദ്യം മുഴുവനായിട്ട് ലേശം വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. റോസ്റ്റഡ് സേമിയ തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നാലും നമ്മൾക്കിത് വറുത്ത് കോരിയതിന് ശേഷം ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പാകമായി വന്നിട്ടുണ്ട്. കോരി മാറ്റിയിട്ട് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. അപ്പോൾ 400 ഗ്രാം സേമിയാണല്ലോ ഈ പാക്കിൽ. ഇതിൻ്റെ പകുതിയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഒരു 200 ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഒന്ന് നേന്മയം തട്ടിന്ന് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പാത്രം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് പാലൊഴിച്ചിട്ട് തിളപ്പിക്കാം. ഒരു 2 പാക്കും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അടിക്ക് പിടിക്കാതെ ഒന്ന് കൊടുക്കാം. അപ്പോൾ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. സേമിയ ഇട്ട് കൊടുക്കുകയാണ്. നെയ്മയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കട്ട തന്നെ ഈസി ആയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ കട്ടാതെ കിട്ടിയിട്ടുണ്ട്. തിളച്ചൊക്കെ ഒരു പരുവമായി. ഇത് നല്ല കറക്റ്റ് അളവ് വരുന്നു കേട്ടോ. അതൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പാൽപ്പൊടിയോ അല്ലെങ്കിൽ പാലോ തിളപ്പിച്ചതൊക്കെ കൂടുതൽ ഒഴിച്ച് കൊടുക്കാമല്ലോ, നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ. ഇതിപ്പോൾ നല്ല രീതിയിൽ നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഉപ്പിൻ്റെ കുറവ് തോന്നുകയാണെങ്കിൽ ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതാ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുകയാണ്. 200 ഗ്രാം എന്ന് പറയുമ്പോൾ 190 ഉണ്ടാവും. ഇതിൽക്ക് നല്ല കറക്റ്റ് പിന്നെ മധുരം ഇരുന്നിട്ടാ. വേറെ മധുരമൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഈ 2 പാക്ക് പാലും 200 ഗ്രാം സേമിയയും പിന്നെ ഇതാ ഏലക്ക കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏലക്കാപ്പൊടി ഇടുന്ന ഒരു വീഡിയോ നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലിപ്പോൾ ഉപ്പൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ചില സമയത്ത് നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ ഒരു ഉപ്പിന് കുറവൊക്കെ തോന്നാറുണ്ടല്ലോ. അങ്ങനത്തെ രീതിയിലാണെങ്കിൽ ലേശം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.